മടങ്ങി വരുമ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവത്തിന്റെ തുടർച്ചയിലേക്ക് പോകുമ്പോൾ തേക്കടിയിൽ ഇസ്രയേലിൽ നിന്നുള്ള സഞ്ചാരികളെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ഇറക്കിവിട്ട കാശ്മീർ സ്വദേശികളോട് ബിസിനസ് പങ്കാളിത്തം ഒഴിയാൻ നിർദ്ദേശം. കാശ്മീർ സ്വദേശികളുടെ ബിസിനസ് പങ്കാളിയായ കുമളി സ്വദേശിയാണ് ഈ നിർദ്ദേശം നൽകിയത്. ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാവുന്ന പ്രവൃത്തിയായതിനാലാണ് തീരുമാനമെന്ന് വ്യാപാരികൾ പ്രതികരിച്ചു. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, ഈ വിഷയത്തിൽ കേരളം കാട്ടിയ മാതൃക അല്ലെങ്കിൽ അവിടുത്തെ തദ്ദേശവാസികൾ കാട്ടിയ മാതൃക അത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്തായാലും അതിന് തുടർച്ചയായി ഇത്തരം സമീപനമെടുത്തവർ അവരെ ആരോ തന്നെയായാലും അവരെ അവിടുന്ന് മാറിപ്പോവുക എന്നൊരു പൊതു സമീപനം രൂപപ്പെടുകയായിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ നടന്നിരിക്കുന്ന കാര്യം? സജിത്ത്, തീർച്ചയായും കേരളത്തിൽ തന്നെ അപമാനകരമാകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് കഴിഞ്ഞ ദിവസം തേക്കടിയിലെ കുമളിയിലെ വ്യാപാര സ്ഥാപനത്തിലുണ്ടായത്. ഇസ്രായേൽ സ്വദേശിയായ ഡോവറിനെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു സംഭവം. കുമളി സ്വദേശിയായ ഒരു വ്യക്തിയുടെയും ഒപ്പം കാശ്മീരിൽ നിന്നുള്ള രണ്ടുപേരുടെയും പങ്കാളിത്തത്തിലാണ് കുമളിയിലെ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന സ്ഥാപനം നടന്നു വന്നിരുന്നത്. പ്രധാനമായും വസ്ത്രങ്ങളടക്കമുള്ള വസ്തുക്കളാണ് ഇവിടെ വിറ്റിരുന്നത്. ഈ സ്ഥാപനത്തിലേക്കാണ് ഇസ്രായേലി സ്വദേശിനി ഈ സാധനങ്ങൾ വാങ്ങാനായി എത്തിയത്. തേക്കടിയൊക്കെ സന്ദർശിക്കുന്നതിനിടെ ഇവർ ഈ സ്ഥാപനത്തിലേക്ക് എത്തുകയായിരുന്നു. ഈ സ്ഥാപനത്തിലേക്ക് ആളുകളെ വിളിച്ചു കയറ്റുന്ന രീതിയുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥാപനത്തിലേക്ക് ഇസ്രായേലി സ്വദേശിനിയായിട്ട് എത്തിയത്. ഇതിനിടയ്ക്ക് ഇവർ സ്ഥാപനത്തിൽ കയറുകയും സാധനങ്ങൾ നോക്കുന്നതിനിടയിൽ വസ്ത്രങ്ങളൊക്കെ നോക്കുന്നതിനിടെ ഫോൺ വശം വരികയും ഇവർ ഹീബ്രു ഭാഷയിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ നടത്തിപ്പുകാരനായ ഹയാസ് അഹമ്മദ് റാത്തർ ഇവരുടെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് തിരിക്കുന്നത്. ഹീബ്രു ഭാഷ കേട്ടതോടെ എവിടെ നിന്നാണ് വരുന്നത് തിരിക്കുന്നത്. ഇതോടെ ഇസ്രായേൽ സ്വദേശിനിയാണെന്ന് അറിയിച്ചതോടെ ഇവരുടെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇവിടുന്ന് സാധനങ്ങൾ നൽകാൻ സാധിക്കില്ല എന്ന് പറയുകയായിരുന്നു. ഒപ്പം കടയിലെ ലൈറ്റുകളൊക്കെ അടയ്ക്കുകയും ചെയ്തു. ഇത് ആണ് വലിയ വിവാദത്തിലായത്. ഇവർ കടയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഡ്രൈവറോടും ഭർത്താവിനോടും കാര്യം ധരിപ്പിച്ചു. ഉടൻ തന്നെ നാട്ടുകാരനായ ഡ്രൈവർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഒപ്പം ഇവരുടെ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. ഒപ്പം മറ്റു ഡ്രൈവർമാരും പ്രദേശവാസികളും ഒക്കെ ഇടപെട്ടതോടെ ഈ ഹയാസ് റാത്തർ മാപ്പപേക്ഷിക്കുന്ന ഒരു രീതി ഇരിക്കുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും വലിയ തോതിലുള്ള ഒരു നാണക്കേട് ഈ സംഭവത്തിലുണ്ടായി. പ്രത്യേകിച്ചും ടൂറിസം മേഖലയുമായി ജോലി ചെയ്യുന്ന മറ്റു ആളുകളൊക്കെ വലിയ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വിദേശികളടക്കം നിരവധി ആളുകൾ എത്തുന്ന പ്രദേശമാണ് തേക്കടി. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇത് വലിയ തോതിൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സമീപനം വ്യാപാരികളുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ടൂറിസം മേഖലയെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെ ഭാഗത്തുനിന്നും സഞ്ചാരികൾക്ക് നേരെ ഉണ്ടായാൽ ഇത് ടൂറിസം മേഖലയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാട് എടുക്കാൻ ഇവർ തീരുമാനിച്ചത്. കുമളി സ്വദേശി ആയ പാർട്ണർ മറ്റ് കാശ്മീരിൽ നിന്നുള്ള 2 പാർട്ണർമാരോട് പാർട്ണർഷിപ്പ് ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഈ പ്രദേശത്തുള്ള വ്യാപാരികളും ഇവരോട് പാർട്ണർഷിപ്പ് ഒഴിയാൻ ആവശ്യപ്പെടണമെന്ന നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനം അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ സ്ഥാപനം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ സ്ഥാപനം നിലവിൽ തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്നൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്നാലും കൃത്യമായ ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയൊരു മറ്റു സഞ്ചാരികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു. അവർ മാപ്പപേക്ഷിക്കുന്ന സംഭവം നടന്ന ഉടൻ തന്നെ മാപ്പപേക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എന്നാൽ പോലും ഇനിയും ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന ദൃഢനിശ്ചയത്തിലാണ് നാട്ടുകാർ. കാരണം മുൻപും ഇത്തരം സമീപനം ഈ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. മറ്റ് സഞ്ചാരികളോടൊക്കെ ഇത്തരത്തിൽ അപമര്യാദയെ പെരുമാറുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നാട്ടുകാരും മറ്റ് വ്യാപാരികളും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമൊക്കെ പറയുന്നത്. എന്തായാലും ഈ സ്ഥാപനം നിലവിൽ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ഇന്ന് തുറന്നിട്ടില്ല, ഇന്നലെയും തുറന്നിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ബുധനാഴ്ച രാത്രിയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും വ്യാപാര മേഖലയിലെ അതിനുള്ള ശക്തമായൊരു പ്രതിഷേധവും ഒക്കെ ഈ കാര്യത്തിൽ ഉയരുന്നുണ്ട്. പ്രിൻസ്, ആ സംഭവത്തിന് ശേഷം അവിടെ വ്യാപാരി വ്യവസായികൾ മറ്റു കടകളിലുള്ളവർക്ക് എന്തെങ്കിലും ജാഗ്രത കൊടുക്കുകയോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ വേണമെന്ന നിർദ്ദേശം കൂടി ഉണ്ടായിട്ടുണ്ടോ? കാരണം തദ്ദേശീയർ മാത്രമല്ല, എത്രയോ വിദേശികളടക്കം വന്നു പോകുന്ന ഇടമാണ് കുമളിയും തേക്കടിയും അടക്കമുള്ള ടൂറിസം മേഖല. അതുകൊണ്ട് അവിടെ ഇത്തരമൊരു ഇങ്ങനെയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടാൻ പൊതുവിൽ വ്യാപാരികൾക്കിടയിൽ തന്നെ ഒരു നിർദ്ദേശം പോയിട്ടുണ്ടോ? സജിത്, തീർച്ചയായും കുമളിയും തേക്കടിയും ഒക്കെ നിരവധി സഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയാണ്. ഒപ്പം തന്നെ ഇതുവരെയും ഇത്തരത്തിലൊരു പ്രശ്നം മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വലിയ തോതിലുള്ള വിഷയത്തിലേക്ക് മാറിയിട്ടില്ല. മറ്റു ആളുകളൊന്നും വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടോ ജോലി ചെയ്യുന്നവർ ഡ്രൈവർമാരടക്കം ആയിരക്കണക്കിന് ആളുകൾ തേക്കടിയിലായാലും മൂന്നാറിലായാലും ടൂറിസം രംഗത്ത് ജോലി ചെയ്യുന്നുണ്ട്.
അവരിൽ നിന്ന് ഒന്നും ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കാശ്മീരി സ്വദേശികൾ നടത്തുന്ന സമരത്തിന് സമാനമായ സാഹചര്യങ്ങൾ മുൻപ് ഉണ്ടായിട്ടുള്ള ചെറിയ തോതിലുള്ള ആരോപണങ്ങളൊക്കെ മുൻപ് നിലവിൽ ഉയർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിലൊക്കെയുള്ള ആളുകളുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഒപ്പം കുമ്പളി സ്വദേശിയായ പാർട്ണർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും മറ്റുള്ളവരോടൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും സഞ്ചാരികൾക്ക് മാന്യമായി ഇടപെടണമെന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഒക്കെ വ്യാപാരികളും ഒപ്പം ടൂറിസം മേഖലയുമായി പ്രവർത്തിക്കുന്ന സംഘടനകളും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ സ്ഥാപനം അടച്ചിരിക്കുന്നു. കാശ്മീർ സ്വദേശികളായ 2 പേരോട് പാർട്ണർഷിപ്പ് ഒഴിയാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാശ്മീർ സ്വദേശിയായ ഹയാസ് അഹമ്മദ് റാദർ എന്ന വ്യക്തിയാണ് ഈ ഇസ്രയേലി സ്വദേശിനിയോട് അപമര്യാദയായി പെരുമാറിയത്. സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടത്. ഇസ്രയേൽ സ്വദേശികൾക്ക് സാധനങ്ങൾ നൽകാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് സ്ഥാപനത്തിലെ ലൈറ്റ് അണച്ചുകൊണ്ടാണ് ഇവർ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടത്. അത്തരത്തിൽ വലിയ തോതിൽ ഒരു അപമാനം ഇവർക്ക് ഉണ്ടാകുന്ന തരത്തിലായിരുന്നു ഇവരുടെ പ്രവൃത്തി. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഇടപെടൽ നാട്ടുകാർ ഉടൻ തന്നെ നടക്കുകയും ചെയ്തു. എന്തായാലും ഡ്രൈവറുടെ ഇടപെടലിനും വലിയ തോതിൽ അഭിനന്ദനം അർപ്പിക്കുന്നുണ്ട്. കാരണം കൃത്യമായി ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഡ്രൈവർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇവരുടെ കടയുടമയുടെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയുമായിരുന്നു. ഇതോടെ തന്നെ ഒപ്പം നാട്ടുകാരും മറ്റ് ഡ്രൈവർമാരും ഈ മേഖല ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു ഡ്രൈവർമാരും ഒക്കെ ഒപ്പം എത്തുകയും ഈ ഡ്രൈവറോടൊപ്പം ചേർന്ന് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഒരു മാപ്പപേക്ഷ ഉടൻ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ടൂറിസം മേഖലയ്ക്ക് വലിയ നാണക്കേടുണ്ട്. ഇത് വലിയ തോതിൽ പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ചർച്ച ചെയ്യാൻ വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് വ്യാപാരികളൊക്കെ പോകുന്നത്. എന്തായാലും മറ്റു ആളുകൾക്കൊക്കെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. യെസ്, എന്തായാലും വളരെ വലിയൊരു ഇടപെടൽ മാതൃക കാട്ടലാണ് അവിടുത്തെ വ്യാപാരി സമൂഹം നടത്തുന്നത്, പ്രദേശവാസികൾ നടത്തുന്നത്. കാരണം ഇസ്രയേൽ സ്വദേശികളോട് അവിടെ ഉണ്ടായ ആ വിഷയത്തിൽ അങ്ങേയറ്റം മാതൃക കാട്ടുകയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ചേരുന്നു. കെ എസ് അജി, തദ്ദേശവാസി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജി, വ്യാപാരി ടൂറിസം മേഖലയിൽ ഒരിക്കലും ഉണ്ടാവാത്ത സംഭവമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ തേക്കടിയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ കാട്ടിയ മാതൃക അത് ശ്ലാഘനീയമാണ്. എന്താണ് അവിടെ ഉണ്ടാകുന്ന ഒരു ജാഗ്രത കാട്ടൽ? എന്താണ് നിങ്ങളൊക്കെ ഈ വിഷയത്തെ കാണുന്നത് എങ്ങനെയാണ്? അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നത്. വിദേശത്ത് നിന്ന് ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാരോട് ഇതിനു മുമ്പും കുമളിയിലെ ചില ആളുകൾ, അവര് ശരിക്കും പറഞ്ഞ കാശ്മീരിൽ നിന്ന് വന്ന് കച്ചവടം നടത്തുന്ന ആളുകളാണ്. അവരുടെ കടകളിൽ കച്ചവടം നടത്തുന്നത്, അവിടെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പാടില്ലാത്ത രീതിയിലാണ് അവിടെ കാശ്മീരിൽ നിന്നുള്ള കടകളിൽ ഒരുതരം ഒരു രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള പല കച്ചവടങ്ങളും അവിടെ നടക്കുന്നുണ്ട്. കച്ചവടത്തിന്റെ പുറമേ നിന്ന് ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ കച്ചവടക്കാർ, കാശ്മീരിൽ നിന്ന് വന്ന് കച്ചവടം നടത്തുന്നവര് അവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോ അങ്ങനെ ഒരു സംഘടനകളുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കുന്നവരല്ല. അവരൊരു പ്രത്യേക വിങ് എന്നുള്ള രീതിയിലാണ്. ഇത് തികച്ചും ഗൗരവതരമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഒരു പാലസ്തീൻ ഇസ്രായേൽ സംഭവത്തിന്റെ പേരിൽ അത് മനസ്സിലിട്ടുകൊണ്ട് വരുന്ന ടൂറിസ്റ്റുകളോട് പെരുമാറുന്ന ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവത്തിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. അതിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം പ്രകടനം കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള നടപടി എടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ നമുക്കറിയാം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവർക്ക് വന്ന് നിരവധി ആളുകൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ഇവിടേക്ക് സ്വാഗതം, അതാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ നിലപാട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിൽ മലയാളികൾ ആരും സ്വീകരിക്കാത്ത ഒരു പൊതു നിലപാടാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ എന്തു തന്നെയാവട്ടെ, പക്ഷേ നമ്മൾ ടൂറിസ്റ്റുകളോടും എല്ലാവരോടും സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് തേക്കടിയിൽ സംഭവിച്ചത്. അതുകൊണ്ട് ഈ മറ്റിടങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകൽ, അല്ലെ അവരെ കൂടുതൽ നിയന്ത്രിക്കാൻ നമുക്കൊരു ഇടപെടൽ ആവശ്യമാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ടോ ഈ സംഭവം? തീർച്ചയായിട്ടും അത് നേരത്തെ മുതൽ അത് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഈ കുമളിയിലെ അത്തരത്തിൽ തേക്കടിയിൽ വരുന്ന നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അല്ലെ വ്യാപാരികളുടെ സംഘടനകളിലൊക്കെ അത് ചർച്ചയായിട്ടുണ്ട്. ഇത്തവണയും അത് ചർച്ചയാക്കണം എന്നുള്ളത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് വളരെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവിടെ പുറമേ നിന്ന് ഈ കടയ്ക്ക് ഉൾവശം കാണാത്ത രീതിയിൽ
അവര് അത്തരത്തിലുള്ളൊരു കച്ചവടമാണ് നടക്കുന്നത്. അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ ഉള്ള വളരെ പല സമയത്തും ദുരൂഹതകളൊക്കെ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് ഈ ആള് ചെന്ന സമയത്ത് തന്നെ കടയടയ്ക്കുകയും ലൈറ്റ് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സംഭവമൊക്കെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ടൂറിസ്റ്റുകളുമായിട്ട് വരുന്ന ആൾക്കാരെ അത്തരത്തിൽ ദ്രോഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിന് ചേർന്നതല്ല. അതിനെതിരെ ആ പ്രദേശവാസികളുടെ വലിയ വികാരമുണ്ട്, കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാരുടെ വികാരമുണ്ട്. അതിനകത്ത് ശക്തമായ നടപടി എടുക്കേണ്ടതിന് ഒരു കോംപ്രമൈസ് ടോക്ക് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വിട്ടു എന്നാണ് ഇപ്പം നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ഒരു ശരിയായ സംഭവമല്ല. ശക്തമായുള്ള നടപടി എന്തിന് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ ഓരോ സ്ഥലത്തും അങ്ങനെ പോവുകയാണ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ അവിടെ നടക്കുന്ന എന്തെങ്കിലും അന്താരാഷ്ട്ര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാട്ടുകാരോട് അങ്ങനത്തെ പെരുമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. വ്യാപാരി വ്യവസായിയുടെ ഇടയിൽ ഇവരതിനകത്ത് സംഘടനയിൽ പോലും അംഗങ്ങളല്ല. ഇതൊരു പ്രത്യേക വിങ്ങായിട്ടൊക്കെ നിന്ന് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് കുമളിയിലുള്ളത്. അത് എതിർക്കപ്പെടേണ്ടതാണ്. അതില്ലായ്മ ചെയ്യാനുള്ള നടപടികളാണ് സർക്കാർ ചെയ്യേണ്ടത്. ഈ പ്രദേശവാസികൾ, നിങ്ങൾ തദ്ദേശവാസികൾ, അവിടുത്തെ വ്യാപാരികളൊക്കെ ഒരു മാതൃക കാട്ടി ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാനൊക്കെ നിങ്ങൾ കാട്ടുന്നുണ്ട്. പക്ഷേ ഈ സംഭവം നടന്നതിന് ശേഷം അവിടുത്തെ ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലോ മറ്റെന്തെങ്കിലും ഇടപെടലോ ജാഗ്രതാ നിർദ്ദേശം നൽകലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പോലീസ് അടക്കം സർക്കാർ തലത്തിൽ എങ്ങനെയാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് അവര് അത്തരത്തിലുള്ള ശബ്ദം ഉയർത്തുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ചില ആൾക്കാരെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടൊന്നും അവർക്ക് മിണ്ടാൻ സാധിക്കില്ല. ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ കേരളത്തിലും പിടിമുറക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അവരുടേതായിട്ടുള്ള വിങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇസ്രായേലിൽ നിന്ന് വന്ന ആൾക്കാരോട് ഇത്രയും ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറാൻ നമ്മുടെ കേരളത്തിലുള്ള ആ മനോഭാവമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള മനോഭാവമുള്ള ആളുകൾ കേരളത്തിലുണ്ട്. ഇവരുടെ സൈലന്റ് ആയിട്ടുള്ള പല സംവിധാനങ്ങളും കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള അതിന്റെ ഒരു ചെറിയ ദൃഷ്ടാന്തം മാത്രമാണ് നമ്മൾ ഈ കുമളിയിൽ കണ്ടത്. അതിനൊരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ അവരത് എടുത്ത് പെരുമാറി എന്നുള്ളതേ ഉള്ളൂ. അത് വളരെയേറെ ഗൗരവതരമായിട്ട് കാണേണ്ടതാണ്. സർക്കാർ, എനിക്ക് തോന്നുന്നു ഇതിനൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവാൻ സാധ്യതയില്ല. സർക്കാർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് തീവ്രവാദികളെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ്. വളരെ നന്ദി അജി. ഇപ്പൊ വാഴൂർ സോമൻ MLA കൂടി നമുക്കിപ്പം ചേരുന്നു. ശ്രീ MLA വാഴൂർ സോമൻ, ഈ ഇസ്രയേലുമായി നമുക്ക് പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. ജൂതന്മാർക്ക് ലോകത്തെപ്പോഴും അവർക്ക് അവഗണന നേരിട്ടപ്പോൾ അഭയം നൽകിയ ഒരു രാജ്യമാണ് ഇന്ത്യ. ഒന്ന് മാത്രമല്ല, നമ്മുടെ കേരളം, കൊച്ചിയുടെ പ്രദേശങ്ങളൊക്കെ എത്ര കണ്ട് അവർക്ക് അഭയകേന്ദ്രമായിരുന്നു എന്നത് അതിൻ്റെ തെളിവുകൾ പോലും അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരിടത്താണ് ഇത്തരം മോശം അനുഭവം അവർക്കിപ്പോൾ നേരിടേണ്ടി വരുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. വാഴൂർ സോമൻ MLA ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. യെസ്, നമുക്ക് വാഴൂർ സോമനുമായി കണക്ട് ചെയ്യാൻ കഴിയും ഇപ്പോൾ തന്നെ. എന്തായാലും ഈ വിഷയത്തിൽ വിവിധ മേഖലകളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരുകയാണ്. കാരണം കേരളത്തിൽ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഉണ്ടാവുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. ആ സംഭവത്തിൽ പൊതു ഇടപെടൽ ഉണ്ടാവുന്നു. ആ പ്രദേശവാസികൾ കാട്ടുന്ന മാതൃകയുണ്ട്. നേരത്തെ പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ ആദ്യവട്ടം അവിടെ ഇടപെട്ടത് ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവറാണ്. അദ്ദേഹത്തിന് തോന്നിയ ആ പൊതുബോധം അത് ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. കാരണം അത് ഇത്തരം ടൂറിസ്റ്റുകളോടുള്ള പൊതു സമീപനം ഏറ്റവും നന്നായി നടക്കണം എന്ന നമ്മുടെ കാഴ്ചപ്പാട്. അതിനും അപ്പുറം മറ്റൊരു രാജ്യത്തോട് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശ്നങ്ങൾ ഏത് തരത്തിലുണ്ടായാലും മറ്റൊരു രാജ്യത്തിൽ നിന്നും എത്തിയവരോട് ആതിഥേയത്വം കാട്ടുക, അവിടെ മര്യാദ കാട്ടുക എന്ന നമ്മുടെ പൊതുബോധമുണ്ട്. അതവിടെ ഉണർന്നു പ്രവർത്തിച്ചത് ആദ്യ മിനിറ്റുകൾ തന്നെ അവിടെയുള്ളവരാണ്. വാഴൂർ സോമൻ MLA നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വാഴൂർ സോമൻ, ഈ കുമളിയിൽ നടന്ന സംഭവം അവിടുത്തെ പ്രദേശവാസികൾ ഒരു വലിയ മാതൃക കാട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ജൂതന്മാരെ എക്കാലവും സംരക്ഷിച്ച് ഒപ്പം ചേർത്ത അനുഭവവും പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. കേരളത്തിന് അങ്ങനെ അനുഭവങ്ങൾ നിരവധി പറയാനുമുണ്ട്. അത്തരമൊരിടത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, കുമളിയിലെ ആ സംഭവം. എന്തായാലും പ്രദേശവാസികൾ അവിടെ വലിയ ഇടപെടലുകളും മറ്റും നടത്തുന്നുണ്ട്. എങ്ങനെയാണ് സർക്കാർ തലത്തിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ താങ്കൾ അടക്കമുള്ളവർ ഈ വിഷയത്തെ കാണുന്നത്? ഇന്നലെ നടന്നതാണ്. വാഴൂർ സോമനെ നമുക്ക് അദ്ദേഹം MLA അദ്ദേഹം നിൽക്കുന്നിടത്ത്
മൊബൈൽ റേഞ്ചിന് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ജനപ്രതിനിധികളടക്കം ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഭവമുണ്ട്. അവിടുത്തെ വ്യാപാര സമൂഹം കാട്ടുന്ന മാതൃക അതിന് തുടർച്ചയായി അത് തേക്കടി എന്ന് മാത്രമല്ല, നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിൽ നമ്മൾ കാട്ടേണ്ട ഒരു മാതൃകയുണ്ട്. മുമ്പ് കോവളത്തും മറ്റുമൊക്കെ ടൂറിസ്റ്റുകളോട് മോശം പെരുമാറ്റം ഉണ്ടായി എന്ന ആക്ഷേപം ഉണ്ടായപ്പോഴൊക്കെ വളരെ കാര്യവുമായി സജീവമായി മാധ്യമ ശ്രദ്ധയുണ്ടാവുകയും നമ്മുടെ പൊതുസമൂഹം എല്ലാവരും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്തു എന്നതാണ് നമ്മുടെ പാരമ്പര്യം. അതുകൊണ്ട് ആ പാരമ്പര്യം നമുക്ക് സൂക്ഷിക്കണം. അന്താരാഷ്ട്ര തലത്തിലുള്ള ശത്രുത ഒരു തരത്തിലും പ്രകടമാവാത്ത തരത്തിലുള്ള ഇടപെടൽ വേണം. മാത്രമല്ല ഇസ്രയേൽ സ്വദേശികളെ എക്കാലവും ചേർത്ത് നിർത്തിയ നമ്മുടെ പാരമ്പര്യം നമുക്ക് കാത്തു സൂക്ഷിക്കുകയും വേണം. അങ്ങനെ മാതൃക കാട്ടാൻ ആ നാട്ടുകാർക്ക് കഴിഞ്ഞു. ഇനി മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്കും മറ്റും ആ ജാഗ്രത കാട്ടൽ മറ്റിടങ്ങളിൽ തുടരുകയും ചെയ്യണം. ഓരോ വർഷവും നിരവധി ഇസ്രയേലികളാണ് നമ്മുടെ രാജ്യത്ത് വരുന്നത്. കേരളത്തിൽ തന്നെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അവർ വന്നു പോവാറുണ്ട്. അപ്പോൾ അവർക്കാർക്കും ഒരു മോശം അനുഭവം ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത കാട്ടൽ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. മലയാളികളടക്കം എത്രയോ ആളുകളാണ് തൊഴിൽ തേടി ഇസ്രയേലിലും മറ്റുമുള്ളത് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്.